ഡോക്ടർ, ഈ ഒരു രോഗാവസ്ഥ, ഈ ഒരു വൈറസ് അത് ഏതൊക്കെ തരത്തിലാണ്, ആരിലാണ് കൂടുതൽ കാണാനുള്ള സാധ്യത? കുട്ടികൾ, പ്രായമായവർ, അങ്ങനെ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതെന്തൊക്കെയാണ്? HMPV മറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മറ്റ് വൈറസുകൾ പോലെ തന്നെ ഒരു റെസ്പിറേറ്ററി വൈറസാണ്. റെസ്പിറേറ്ററി നമ്മുടെ മൂക്ക് വഴി ഉള്ളിലേക്ക്, ശ്വാസം വഴി ഉള്ളിലേക്ക് കടക്കുകയും മൂക്കിനുള്ളിലും മറ്റും തൊണ്ടയിലും മറ്റും അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു വൈറസാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ ജലദോഷ ലക്ഷണങ്ങളുള്ള മറ്റൊരു വ്യക്തിയുമായി നമ്മൾ അടുത്ത് ഇടപഴകുമ്പോൾ, സംസാരിക്കുമ്പോഴോ അടുത്തിരിക്കുമ്പോഴോ സ്പർശിക്കുമ്പോഴോ മറ്റുമാണ് ഈ വൈറസ് വ്യാപിക്കുന്നത്. ഇതേ വ്യക്തിയുടെ സ്രവങ്ങൾ, മൂക്കിലും വായിൽ നിന്നുമുള്ള സ്രവങ്ങൾ, അതിൽ വൈറസുകൾ ഉണ്ടാവും. അവ പറ്റിയിരിക്കുന്ന പ്രതലങ്ങൾ നമ്മൾ സ്പർശിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഈ വ്യക്തി ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ മൗസ്, ആ മൗസ് നമ്മൾ പോയി ഉപയോഗിക്കുകയാണെങ്കിൽ ആ കമ്പ്യൂട്ടറിന്റെ മൗസിൽ പറ്റിയിരിക്കുന്ന വൈറസുകൾ നമ്മുടെ കയ്യിൽ സ്പർശിക്കുകയാണ്. അതുപോലെ ബസിന്റെ കമ്പിയിൽ നമ്മൾ തൂങ്ങിപ്പിടിച്ച് നിൽക്കുകയാണ്. തൂങ്ങിപ്പിടിച്ച് നിൽക്കുന്ന സമയത്ത് അതേ സ്ഥാനത്ത് മറ്റു ഒരു വ്യക്തിയുടെ ശ്രമങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ അത് പറ്റിയെന്നിരിക്കും. ആ കൈ കൊണ്ട് നമ്മൾ എല്ലാവരും തന്നെ മുഖത്ത് തൊടുകയും കണ്ണ് തൊടുകയും മറ്റും ചെയ്യാറുണ്ട്. നമ്മൾ അറിയാതെ ചെയ്യുന്നതാണ്. ആ സമയത്ത് വളരെ എളുപ്പം നമ്മുടെ ഉള്ളിലേക്ക് ഈ വൈറസുകൾ എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർമാർ പറയാറുള്ളത്, എല്ലാ രോഗങ്ങളെയും തടുക്കാനുള്ള നല്ലൊരു മാർഗം പുറത്ത് പൊതുസ്ഥലങ്ങളിൽ പോയിട്ട് തിരികെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കൈകൾ വൃത്തിയായി സാധാരണ സോപ്പ് ഉപയോഗിച്ച് ഒന്ന് കഴുകിക്കഴിഞ്ഞാൽ നമ്മുടെ വിരൽ തുമ്പുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ രോഗാണുക്കൾ ഇല്ലാതാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഫുഡ് പോയ്സണിങ് ഒഴിവാക്കാനുള്ള ഒരു മാർഗം എന്താണ്? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ കൈ കഴുകുകയാണെങ്കിൽ, ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുൻപും അതിന് ശേഷവും കൈ സോപ്പിട്ട് കഴുകേണ്ടതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലൊന്നും വലിയ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള കാര്യമല്ലെങ്കിലും ഇത് വളരെ ഫലപ്രദമായിട്ടുള്ള രോഗാണു പ്രതിരോധം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചുമയും ജലദോഷവും ഉള്ളവർ മറ്റുള്ളവരുമായി അധികം ഇടപഴകാതിരിക്കുക, പൊതുസ്ഥലങ്ങളിൽ പോകാതിരിക്കുക, ജലദോഷമുള്ള കുട്ടികളെ സ്കൂളുകളിലേക്ക് ദയവ് ചെയ്ത് അയക്കാതിരിക്കുക, അതുപോലെ തന്നെ ജലദോഷമുള്ള വീട്ടിലേക്ക് വിരുന്ന് ചെല്ലുക, അല്ലെങ്കിൽ ജലദോഷമുള്ളവർ മറ്റ് സോഷ്യൽ ഗ്യാതറിംഗ്, ഒത്തുചേരലുകൾ പങ്കെടുക്കാതിരിക്കുക. ഇങ്ങനെയുള്ള നിസ്സാരമായിട്ടുള്ള വളരെ എളുപ്പമുള്ള നടപടികൾ നമ്മൾ എല്ലാവരും കൈക്കൊണ്ടു കഴിഞ്ഞാൽ HMPV മാത്രമല്ല, ഇൻഫ്ലുവൻസ, കോവിഡ് പോലെയുള്ള മറ്റു പല രോഗങ്ങളും നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുകയില്ലെങ്കിലും കുറച്ചു പേർക്കെങ്കിലും രോഗം വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. നമുക്കറിയാം, സമൂഹത്തിൽ ഒരുപാട് പേർക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അവർക്ക് ജോലിക്ക് പോകാൻ സാധിക്കുകയില്ല. അവരിൽ ചിലരെങ്കിലും അല്പം സീരിയസ് ആവുകയും ചിലരെങ്കിലും ഹോസ്പിറ്റലൈസ് ആവുകയും ചെയ്യും. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത്, ഈ രോഗാണുക്കളെ നമുക്ക് ചെറുക്കാനായിട്ടുള്ള സാധാരണ നടപടികൾ നമ്മൾ കൈക്കൊള്ളേണ്ടത് തന്നെയാണ്.